ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിക്ടർ ഹ്യൂഗോയുടെ ഏറ്റവും പ്രശസ്തി ആർജിച്ച കൃതിയാണ് മലയാളത്തിൽ പാവങ്ങൾ എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ലേ മിസറബിൾസ് എന്ന നോവൽ. ഴാങ് വാൾഴാങ് എന്ന ദരിദ്രനായ മരംവെട്ടുകാരന്റെ കഥയാണ് കൃതിയുടെ ഇതിവൃത്തം. വീട്ടിലുള്ളവരുടെ പട്ടിണി കൊണ്ട് സഹിക്കവയ്യാതെ റൊട്ടി മോഷ്ടിക്കുന്ന കഥാനായകൻ പോലീസിന്റെ പിടിയിലാകുന്നു. നീണ്ട വർഷങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹത്തെ ആകെ സ്വീകരിച്ചത് അവിടുത്തെ മെത്രാനായിരുന്നു. എന്നാൽ അന്ന് രാത്രി മെത്രാന്റെ മുറിയിൽ കയറി അവിടുത്തെ വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ അവൻ വീണ്ടും പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടു. രാവിലെ പ്രതിയെയും കൊണ്ട് പോലീസ് മെത്രാന്റെ അടുക്കൽ തെളിവെടുപ്പിനായി വന്നു. അവരെ കണ്ട മാത്രയിൽ മെത്രാൻ ചോദിച്ചു, താങ്കൾ വന്നത് നന്നായി. വെള്ളി സാമാനങ്ങൾക്കൊപ്പം ഞാൻ തന്ന വെള്ളി മെഴുകുതിരി കാലുകൾ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? മെത്രാന്റെ ചോദ്യം കേട്ട പോലീസുകാർ വെള്ളി സാധനങ്ങൾ അവൻ മോഷ്ടിച്ചതല്ലെന്നും മെത്രാൻ നൽകിയതാണെന്നും വിചാരിച്ച് തിരികെ പോയി. കഥയുടെ ആദ്യ ഭാഗം ഇതാണ്. സ്വന്തം ഭവനത്തിൽ ഒരു കള്ളനെ പ്രവേശിപ്പിച്ച് അവന് ഭക്ഷണവും അഭയവും നൽകിയിട്ടും അവൻ മെത്രാന്റെ വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ചു. എന്നാൽ മെത്രാന്റെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയം. തെറ്റ് ചെയ്യുന്നവരെ എങ്ങനെയൊക്കെ അപമാനിക്കാം, എങ്ങനെയൊക്കെ അവരെ കൊടുക്കാം, എന്തെല്ലാം ശിക്ഷകൾ അവർക്ക് വാങ്ങിക്കൊടുക്കാം, എത്ര പ്രാവശ്യം അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം, അവരെ എങ്ങനെ മാറ്റി നിർത്താം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഈ ലോകത്ത് യഥാർത്ഥ ക്രിസ്തീയത എന്തെന്ന് മെത്രാൻ വെളിപ്പെടുത്തുന്നു. തെറ്റ് ചെയ്യുന്നവരെ സമൂഹ മധ്യത്തിൽ നിർത്തി അപമാനത്തിന്റെ കല്ലുകൾ എറിയാൻ ആവേശം കൂട്ടുന്നവരോട് ക്രിസ്തു പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക എന്ന ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകൾ എന്താണ് ക്രിസ്തീയത എന്ന് കാണിച്ചു തരുന്നു. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഫിലിപ്പിയർ 2:5 വിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു കാണിച്ച ക്ഷമയും സ്നേഹവും വിനയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ്. ഈ ക്ഷമയും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ പകർത്തി പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്നതിൻ്റെ നല്ല പേരാണ് ക്രിസ്തീയത. അല്ലാതെ തെറ്റ് ചെയ്യുന്നവരെ എറിയാൻ കല്ലുകളും പേറി നിൽക്കുന്നവരുടെ കൂട്ടത്തിന്റെ പേരല്ല അത്. ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സമയക്കുറവ് കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ മറ്റുള്ളവർ ചെയ്തു പോയ തെറ്റുകൾ അവരോട് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നാമൊക്കെ എന്ത് ക്രിസ്തു ശിഷ്യരാണ്? ക്ഷമിക്കുന്ന സ്നേഹത്താൽ നിറയുന്ന നല്ല ക്രിസ്ത്യാനികളാകാൻ ദൈവം സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 70 ഏതേത് ദ്രോഹമെന്നാലും 70 ഏതേത് ദ്രോഹമെന്നാലും എന്തും മറന്നൊന്നു ചേരാൻ നമുക്കീശന്റെ മനസ്സോടു ചേരാൻ, ഈശന്റെ മനസ്സോടു ചേരാൻ. ക്ഷമിക്കുന്ന സ്നേഹം ദൈവിക ഭാവം നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയ ദാനം, സമാധാനം.